എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണരായിരിക്കുക. ഇതാണ് ഇന്നിൻ്റെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക. എങ്ങനെയാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാകുന്നത് പോലെ പരിപൂർണരാകുവാൻ സാധിക്കുന്നത്? അത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോഴാണ്. നമ്മൾ സാധാരണ പോലെയൊന്നും സ്നേഹിച്ചാൽ പോരാ. സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ തിരിച്ച് സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ യാതൊരു പുതുമയുമില്ല. എന്നാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനത്തെ തുടിപ്പ് വരെ സ്നേഹിക്കുവാനായിട്ട്, അതിനും അപ്പുറത്ത് നമ്മെ സ്നേഹിക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മളോട് വെറുപ്പ് കാണിക്കുമ്പോൾ നമ്മളെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കുവാനായിട്ടാണ് അവിടെ നിന്ന് പഠിപ്പിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന്. സ്നേഹിക്കുന്ന ആ ഒരു ഹൃദയം മുറിയപ്പെട്ട ഹൃദയമാണ്. സ്നേഹിച്ചിട്ടുള്ള എല്ലാ ഹൃദയങ്ങളും മുറിയപ്പെട്ട ഹൃദയങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം മുറിയപ്പെട്ട ഹൃദയമായിരിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം മുറിയപ്പെട്ട സ്നേഹം എന്ന ഹൃദയമാണ്. അവിടെ നിന്ന് സ്വയം മുറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, നമുക്കെതിരെ ദ്രോഹം ചെയ്യുന്നവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, നമുക്ക് മുള്ളുകൾ നൽകിയവരെ നോക്കി നമുക്കൊന്ന് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഹൃദയത്തിൽ നമ്മൾ തീ കൂട്ടി ഇടുകയാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർ അവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ എന്ന് ചിന്തിക്കുമ്പോൾ, അവർ ജയിച്ചു നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അവരെ നോക്കി നമ്മൾ തിരിച്ചൊന്ന് ചിരിക്കുമ്പോൾ അവർ തോറ്റുപോകുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പരിപൂർണമാകുന്നത് ആ സ്നേഹത്തിന് ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടായതുകൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലനാണ് സ്നേഹത്തിന് ദീർഘക്ഷമയെന്ന നിർവചനം നൽകിയത്. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണമെന്നുണ്ട് എങ്കിൽ, ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ പലതവണ പല ആവർത്തി ക്ഷമിക്കുവാനായിട്ട്, മറക്കുവാനായിട്ട്, പൊറുക്കുവാനായിട്ട് തയ്യാറാകണം. സ്നേഹം ദീർഘക്ഷമയാണ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ മുറിയപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുവാനുള്ള ഒരു പരിശീലന കാലമാണ് നൊയമ്പ് കാലം. ശത്രുക്കളെ കൂടെ ഉൾപ്പെടുത്തുവാനായിട്ട്, ഹൃദയത്തിൻ്റെ വാതിലിന് പുറത്ത് നിർത്തിയിരിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തുവാനായിട്ട്, ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, അവരോട് മുഖത്ത് നോക്കിപ്പോലും ഒന്ന് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവപിതാവിൻ്റെ പരിപൂർണതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല യാത്ര നേരുന്നു.